തിരൂരിലെ പ്രശസ്തനായ ഡോക്ടർ ഹുസൈൻ ഡോക്ടറാണ്. ഹുസൈൻ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഡയബറ്റോളജിസ്റ്റാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് MD FRCS എൻഡ്രോക്രൈനോളജിസ്റ്റ് ഫ്രം ഓസ്ട്രേലിയ ഇതെല്ലാം എടുത്ത മഹത്തായ ഒരു വ്യക്തിയാണ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് വിവരിച്ചു തരും. ബഹുമാന്യരായ മോർണിംഗ് സ്റ്റാർ ഇൻ്റർനാഷണലിലെ എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന 2-3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ഒന്ന്, രാജു പറഞ്ഞതുപോലെ വാക്സിൻ വെച്ചതിന് ശേഷം കൂടുതലായും ഹൃദ്രോഗ സഡൻ ഡെത്തുകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന്. 2, എക്സസൈസ്. 3, ഡയറ്റ്. 4, ഒബീസിറ്റി. 5, ഫാറ്റി ലിവർ. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ഒന്ന് ഞാൻ പറഞ്ഞു. വാക്സിനെ പറ്റി പറയാം. ഞാൻ ഈ ഫാറ്റി ലിവർ എന്ന ഈ ടോപ്പിക് ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കണക്കുകളനുസരിച്ച് ഇന്ത്യയിൽ 35% അഡൾട്ട് ആളുകൾക്കും ഫാറ്റി ലിവർ ഉണ്ട്. ഫാറ്റി ലിവറിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഇപ്പോൾ എല്ലാവരും മെഡിക്കൽ ചെക്കപ്പിന് പോകും. ഒരു ഫുൾ ചെക്കപ്പ് എന്ന് പറഞ്ഞ് 500 രൂപ 600 രൂപയ്ക്ക് പല ലാബുകളിലും ടെസ്റ്റുകളുണ്ട്. അത് ടെസ്റ്റ് എല്ലാം ചെയ്യുമ്പോൾ സാധാരണ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ലാബറട്ടറിയിൽ തന്നെ ഡോക്ടർ എത്തുന്നതിന് മുമ്പ് അവർ പറയും കുറച്ച് ഫാറ്റി ലിവർ ഉണ്ട്. എന്താണ് ഈ ഫാറ്റി ലിവർ? ഈ ലാബ് എന്ന് പറയുന്ന ഫാറ്റി ലിവർ എന്ന് കണ്ട് ഉദ്ദേശിക്കുന്നത് ലിവർ എൻസൈമുകളായ SGOT, SGPT അഥവാ ALT, AST എന്ന് പറയും. ചില ടെക്നിക്കൽ ടേംസ് ഞാൻ ഉപയോഗിക്കും, അതിന് സോറി, പിന്നെ നിങ്ങൾ ക്ലാരിഫൈ ചെയ്യാം. ഇത് രണ്ടും കൂടുന്നതിനാണ് ലാബ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഫാറ്റി ലിവറിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ സൂചിപ്പിച്ചതിൽ 35% അഡൾട്ട് ഇന്ത്യൻ ആളുകൾക്കും ഫാറ്റി ലിവർ ഉണ്ട്. 30% ആളുകൾക്ക് ലോകത്ത് ഫാറ്റി ലിവർ ഉണ്ട്. നമ്മൾ ഇതുകൊണ്ട് ഇത് മുമ്പൊന്നും കേൾക്കാത്തൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ സോഡിയം പൊട്ടാസ്യം എന്നൊക്കെ പറയുന്നത് പോലെ ഒരുപാട് ഈ ഫാറ്റി ലിവറിനെ പറ്റി കേൾക്കുന്നുണ്ട്. അതിൻ്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ, ഈ ഫാറ്റി ലിവർ ഡിസീസ് പ്രത്യേകിച്ചും NAFLD, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. ആൽക്കഹോൾ കഴിക്കുന്നവർക്ക് ഫാറ്റി ലിവർ സാധാരണയാണ്, വളരെ കോമൺ ആണ്. ആൽക്കഹോൾ ഉള്ളവർക്ക് ഫാറ്റി ലിവർ ഉണ്ട്. നമ്മളിവിടെ പറയുന്നത് അതല്ല, അതിൻ്റെ വേറൊരു ഭാഗം NAFLD എന്ന് പറയും, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. അതിനാണ് ഇപ്പോൾ എല്ലാവരും ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. മറ്റെന്തായാലും അതിൻ്റെ കൂടെ പിറപ്പാണ്, അതിനെ പറഞ്ഞൊരു കാര്യമില്ല. അപ്പോൾ ഇത് ആൽക്കഹോൾ കഴിക്കാത്തവർക്ക് ഉണ്ടാകുന്ന ഫാറ്റി ലിവർ. നമ്മുടെ ലിവറിലെ കോശങ്ങളിൽ കൊഴുപ്പിൻ്റെ അംശം അടിഞ്ഞ് ബലൂൺ ഡീജനറേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസം ഉണ്ടായി ക്രമേണ അത് പല രോഗങ്ങൾക്കും കാരണമാകുന്നു. അപ്പോൾ എന്തെന്ന് വെച്ചാൽ, ഈ ഫാറ്റി ലിവറിൻ്റെ അടയാളങ്ങൾ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ സാധാരണഗതിയിൽ കാണപ്പെടുന്നില്ല. കൊളസ്ട്രോൾ പോലെ തന്നെ എല്ലാവരും നെഞ്ചുവേദന അല്ലെങ്കിൽ മുട്ടുവേദന കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിട്ട് വരുന്നുണ്ട്. പക്ഷേ അതൊന്നും കൊളസ്ട്രോളിൻ്റെ അടയാളമല്ല. കൊളസ്ട്രോൾ സഡൻ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും, വലിയൊരു ഭാഗം സ്ട്രോക്ക് ഉണ്ടാകും. അതാണ് കൊളസ്ട്രോൾ, അത് സൈലൻറ്റ്. അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാക്കുന്നത് 3-4 കാര്യങ്ങൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഫാറ്റി ലിവർ സൈലൻ്റ് ആയിട്ട് നിന്ന് അതിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ സിറോസിസ് ലിവർ എന്ന് പറയുന്ന ഇറിവേഴ്സിബിളായ, അതായത് തിരിച്ച് ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത അസുഖമായ സിറോസിസ് അഥവാ കരൾ ചുങ്ങലിലേക്ക് ബാധിക്കാം. രണ്ടാമതായിട്ട് ലിവർ ക്യാൻസറിന് അത് കാരണമാണ്. മൂന്നാമതായിട്ട് ഹാർട്ട് അറ്റാക്കിനുള്ള ഒരു റീസൺ ഫാറ്റി ലിവർ. നാലാമതായിട്ട് മറ്റ് അസുഖങ്ങളായ പ്രമേഹം, പൊണ്ണത്തടി, BP ഇതുപോലെ പല രോഗങ്ങൾക്കും ഫാറ്റി ലിവറാണ്. അപ്പോൾ ഫാറ്റി ലിവറിൻ്റെ സിംറ്റംസ് ഉണ്ടാവില്ല. അപ്പോൾ വയറുവേദനയായിട്ട് നമ്മൾ പോയി സ്കാൻ ചെയ്യുമ്പോൾ റിപ്പോർട്ട് ഫാറ്റി ലിവർ കിട്ടിയാലും ആ വയറുവേദന ഫാറ്റി ലിവർ കൊണ്ടല്ല. ഓക്കെ, ഫാറ്റി ലിവറിന് സാധാരണഗതിയിൽ 3 സ്റ്റേജ് ഉണ്ട്. ഗ്രേഡ് 1, 2, 3. സാധാരണ ഫാറ്റി ഇപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 20-25% ആളുകൾക്ക് ഗ്രേഡ് 1 ഫാറ്റി ലിവർ ഉണ്ടാകും. ഗ്രേഡ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേഡ് 1 പുരോഗമിച്ച് അടുത്ത സ്റ്റേജ് ഗ്രേഡ് 2 വരും. അപ്പോൾ ഈ ഗ്രേഡ് 2 സാധാരണ ഉണ്ടാകുന്നത് ഷുഗർ ഉള്ളവർക്ക്, പിന്നെ ഒബീസിറ്റി പൊണ്ണത്തടി ഉള്ളവർക്ക്, അത്തരം ആളുകൾക്കാണ് കൂടുതലും. അല്ലാത്തവർക്കും ഗ്രേഡ് 2ക്ക് പോകാം. നെക്സ്റ്റ് സ്റ്റേജാണ് ഗ്രേഡ് 3. ആ സ്റ്റേജിന് നമ്മൾ നാഷ് എന്ന് പറയും, നോൺ ആൽക്കഹോളിക് സ്റ്റീറ്റോഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് അത് ചുങ്ങിയിട്ടുണ്ടെന്ന് അർത്ഥം. ആ സ്റ്റേജ് എത്തിയാൽ പിന്നെ റിവേഴ്സ് ചെയ്യൽ പ്രയാസം. 1ഉം 2ഉം നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും.
3 പിന്നെ സിറോസിസ്ക്ക് പോകാം, ചിലപ്പോൾ ലിവർ ക്യാൻസർക്ക് വരാം. ലിവർ ക്യാൻസർ ഇത്രയധികം കാണാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ 2 മെയിൻ റീസണാണ്. ഒന്ന് ഫാറ്റി ലിവറാണ്, അത് നമ്മൾ അറിയപ്പെടുന്നില്ല, ഫാറ്റി ലിവർ ഉള്ളത് നമ്മൾ അറിയുന്നില്ല. രണ്ടാമതായിട്ട് ഈ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന മഞ്ഞപ്പിത്തം, അതായത് മെയിനായിട്ട് 2 മഞ്ഞപ്പിത്തം, ടൈപ്പ് എ, ടൈപ്പ് ബി. അതിൽ ടൈപ്പ് ഇ മഞ്ഞപ്പിത്തം ലിവർ ക്യാൻസറിനാണ്. പക്ഷേ ഇത് മഞ്ഞപ്പിത്തം ഇല്ലാതെ തന്നെ ശരീരത്തിലുണ്ടെങ്കിൽ അത് ലിവർ ക്യാൻസർക്ക് ക്രമേണ മാറും. അപ്പോൾ ഇനി ഈ ഫാറ്റി ലിവർ എങ്ങനെ ഞാൻ വളരെ സംക്ഷിപ്തമായിട്ട് പറയാം എങ്ങനെ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ലാബിൽ നിന്ന് കിട്ടുന്ന ഈ റിപ്പോർട്ട് നോർമൽ SGOT SGPT എന്ന് പറഞ്ഞാൽ 10 മുതൽ 40 വരെയാണ്. SGOT SGPT 2 ലിവർ എൻസൈമാണ്. അതിൻ്റെ അളവ് കൂടും. ആദ്യം കാണുന്ന ഒന്നാണ്. അത് കൂടാതെയും ഫാറ്റി ലിവർ ഉണ്ടാകും. എല്ലാ ലക്ഷണങ്ങളും അല്ലെങ്കിൽ എല്ലാ രോഗത്തിൻ്റെ ഘടകങ്ങളും എപ്പോഴും ഉണ്ടാകണമെന്നില്ല. സാധാരണ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ SGOT SGPT 40 പേരാണ്, 50, 60, ചിലപ്പോൾ 100 മേലെ പോകും. അത്തരം ആളുകൾക്ക് ഫാറ്റി ലിവറിൻ്റെ തുടക്കം ആകാം. അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യണം? വയറിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കിയാൽ അതിലാണ് നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടോ ഇല്ല എന്നൊക്കെ തോന്നും. പക്ഷേ ലാബിൽ നിന്നൊക്കെ എന്ത് പറഞ്ഞു കൊടുക്കും? SGOT SGPT എപ്പോൾ ഉണ്ടെങ്കിൽ കുറച്ച് ഫാറ്റി ലിവർ ഇതും കൊണ്ട് ബേജറായി. എനിക്കറിയാം ചില പേഷ്യൻസ് നാളെ ഗൾഫ് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തവർ ഇന്ന് ഫുൾ ചെക്കപ്പിന് പോയിട്ട് SGOT SGPT 50, 60 എന്ന് പറഞ്ഞിട്ട് ഫാറ്റി ലിവർ ആണെന്ന് പറഞ്ഞാൽ ടിക്കറ്റ് അടക്കം ക്യാൻസൽ ചെയ്യുന്ന സിറ്റുവേഷൻ. അത്ര ഭയപ്പെടേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ നമുക്ക് പിന്നെ ഇതാണ് അടിസ്ഥാന ടെസ്റ്റ് SGOT SGPT. പിന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോക്കണം, പിന്നെ അൾട്രാസൗണ്ട് ചെയ്യണം, പിന്നെ അതിൻ്റെ കൺഫർമേഷൻ, അതായത് ഉണ്ടോ ഇല്ലെന്ന് തീർത്ത് പറയാവുന്നത് അല്ലെങ്കിൽ ഗ്രേഡിങ് ഉപയോഗിക്കുന്നത് ഫിബ് സ്കാൻ, ഫൈബ്രോ സ്കാൻ എന്ന് പറഞ്ഞാൽ ലിവർ സ്കാനാണ്. അത് സ്പെഷ്യൽ സ്കാൻ, സാധാരണ അൾട്രാസൗണ്ട് അല്ല. അത് നമുക്കിവിടെ അടുത്തുള്ളത് കോട്ടക്കൽ മിംസിലുണ്ട്, അതുപോലെ പിന്നെ കാലിക്കറ്റുള്ളത്. അത് അഡ്വാൻസ്ഡ്, അത് പറ്റാവുന്നവർക്ക് അത് ചെയ്യാം. അപ്പോൾ ഫിബ് സ്കാൻ അതിന് പറയാം. അതിൻ്റെ ഫിബ് സ്കാൻ സ്കോറിംഗ് ഉണ്ട്, ഫിബ് 4 സ്കോർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. നമ്മൾ അത്ര അഡ്വാൻസ് പോകണ്ട. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതുണ്ടെങ്കിൽ SGOT SGPT കണ്ടാൽ എന്ത് ചെയ്യണം എന്നതാണ്. കണ്ടാൽ നമ്മൾ ബേസിക്കലി ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം. എന്നിട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഫർദർ പിന്നെ ഡോക്ടറെ ഇത് കാണിച്ചിട്ട് പ്രൊസീഡ് ചെയ്യും. അപ്പോൾ കൂടുതലായി ഡയബറ്റിക് പേഷ്യൻസിന്, ഡയബറ്റീസ് ഉള്ളവർക്ക് ഞാൻ പറഞ്ഞാൽ ജനറൽ പോപ്പുലേഷൻ്റെ 30% ഇന്ത്യൻ അഡൾട്ടിനും ഫാറ്റി ലിവറുണ്ട്. പക്ഷേ ഡയബറ്റിക് പേഷ്യൻസിന് 60 to 70% ഡയബറ്റിക് പേഷ്യൻസിന് ഫാറ്റി ലിവർ കാണും, ഗ്രേഡ് 1 അല്ലെങ്കിൽ 2. അപ്പോൾ ഇനി ഇതെങ്ങനെ ചികിത്സിക്കാം? വളരെ സിമ്പിളായി കട്ട് ഷോർട്ട് ചെയ്ത് ഞാൻ പറയാൻ പോകുന്നു. ചികിത്സ എന്ന് പറഞ്ഞാൽ ഫാറ്റ് ലിവറിന് ട്രീറ്റ്മെൻറ്റ് മരുന്നല്ല. ഫാറ്റ് ലിവറിന് മരുന്നുണ്ട്, പക്ഷേ അത് നമ്മൾ ഗ്രേഡ് 3 എത്തുമ്പോഴാണ് കൊടുക്കുക. ഗ്രേഡ് 1 and 2 ഫാറ്റ് ലിവറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഭക്ഷണ ക്രമീകരണം, എക്സസൈസ് തന്നെയാണ്. അത് മാത്രമാണ്. ഒരുപാട് നമ്മൾ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ എളുപ്പത്തിന് എന്ത് ചെയ്യും? ഗുളിക കഴിക്കും. അതായത് ഉഡിലിയോ എന്നും പറഞ്ഞാൽ അർസോഡിയോക്സികോളിക് ആസിഡ് എന്ന് പറഞ്ഞ ഗുളിക ഉണ്ട്. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചാൽ നമുക്ക് എൻസൈം ലെവലിൽ നോർമലാവും. പക്ഷേ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ എൻസൈം അല്ല, അതിൻ്റെ ഒരു സിഗ്നൽ മാത്രമാണ്. കൊളസ്ട്രോൾ അത് നോർമൽ ആയതുകൊണ്ട് മാത്രം എന്ത് ചെയ്യില്ല, ഫാറ്റി ലിവർ പോകുന്നില്ല. അപ്പോൾ അതിന് നമുക്ക് ലിവറിലുള്ള കൊഴുപ്പ് നീങ്ങണമെങ്കിൽ റെഗുലർ എക്സസൈസ് ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വെയിറ്റ് റിഡക്ഷൻ. ഈവൻ ഞാനിപ്പോൾ വെയിറ്റ് കുറഞ്ഞ ആൾ, എൻ്റെ വെയിറ്റ് ഉള്ളവരാണെങ്കിൽ പോലും 10% വെയിറ്റ് കുറയണം. വെയിറ്റ് റിഡക്ഷൻ, എക്സസൈസ്, ഡയറ്റ് കൺട്രോൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രേഡ് 1 and 2 ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്ത് നോർമലാക്കും. ഗ്രേഡ് 3 എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് വേണം. അതിൻ്റെ കൂടെ മെഡിസിൻ, പ്രത്യേകിച്ചും കൊളസ്ട്രോൾ കുറക്കുന്ന ഗുളികകൾ കൂടാതെ തന്നെ പുതിയ ഗുളികയുണ്ട്, ബൈലിപ്സ എന്ന് പറഞ്ഞിട്ടുള്ള ഗുളികയുണ്ട്. അത് സെറാഗ്ലിറ്റസോറി ഇന്ത്യൻ ടാബ്ലറ്റ്, ഇന്ത്യയിൽ കണ്ടുപിടിച്ചാണ്. അതിപ്പോൾ വന്നിട്ട് 2 വർഷമായിട്ടുള്ളൂ. ഒരു ഗുളികയ്ക്ക് 40 രൂപ. പക്ഷെ അത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡോക്ടേഴ്സ് എഴുതുള്ളൂ. 1, 2 ഒരു ഗുളികയ്ക്ക് 40 രൂപയാണ്. അത് സ്ഥിരമായിട്ട് കഴിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡയറ്റ് ആൻഡ് എക്സസൈസിൽ മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ്, അല്ലെങ്കിൽ ഇതാണ് ഫാറ്റി ലിവർ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അത്രയും പറഞ്ഞാൽ മതി. ഇനി രണ്ടാമത്തെ ഒരു കാര്യം,